നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മ്യാൻമറിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ കുതിച്ചുയരുകയാണ്. 2065 പേർക്കാണ് ഭൂചലനത്തെ തുടർന്ന് ഇതുവരെ ജീവൻ നഷ്ടമായത്. 3900 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 270 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് സൂചന. ഭൂചലനത്തിന് പിന്നാലെ ഇന്ത്യ, ചൈന, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് മ്യാൻമറിലേക്ക് സഹായം എത്തിയെങ്കിലും ഇത് എല്ലാ മേഖലകളിലേക്കും ഇതുവരെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി മ്യാൻമറിലെത്തിയ ഇന്ത്യൻ സംഘം രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ്. അവശ്യ സാധനങ്ങളുമായി 4 കപ്പലുകൾ ഇന്ത്യ മ്യാൻമറിലേക്ക് അയച്ചിട്ടുണ്ട്. ദുരന്തമുണ്ടായ മേഖലയിൽ താൽക്കാലിക ആശുപത്രി ഒരുക്കാനുള്ള നടപടികൾ കരസേന തുടങ്ങി. നാളെ താൽക്കാലിക ആശുപത്രി പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവശ്യ സാധനങ്ങളുമായി കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും മ്യാൻമറിലേക്ക് അയക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മ്യാൻമറിൽ ഭരണകൂടം ഒരാഴ്ചത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചു. അതേസമയം കഴിഞ്ഞ 4 വർഷമായി ആഭ്യന്തര യുദ്ധത്തിന് നടുവിലുള്ള മ്യാൻമറിന്റെ പ്രതിസന്ധി ഭൂചലനം കാരണം കൂടുതൽ സങ്കീർണമായെന്നാണ് UN വ്യക്തമാക്കുന്നത്. പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും മ്യാൻമറിന്റെ സൈനിക നേതാക്കൾ ജനാധിപത്യ അനുകൂല വിമത ഗ്രൂപ്പുകൾക്കെതിരെ വ്യോമാക്രമണം തുടരുകയാണ്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ജീവൻ രക്ഷിക്കാനും പകർച്ചവ്യാധികൾ തടയാനും $8 മില്യൺ അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:50 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം മ്യാൻമറിലുണ്ടായത്. മിനിറ്റുകൾക്ക് ശേഷം 6.7 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ചെറിയ ഭൂചലനങ്ങളുടെ നിര തന്നെയും ഉണ്ടാവുകയായിരുന്നു.